നാളെ ഡെലിവറി ചെയ്യാനുള്ള ഒരു വണ്ടിയാണ്. ഈ ഒരു അളവിലേക്കാണ് അകത്തുള്ള മണ്ണ്. ഹായ് നമസ്കാരം. ഇതേ എൻ്റെ വണ്ടിയാണ്. എൻ്റെ വണ്ടി ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആയി. ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആയിപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ടർ അതിൻ്റെ ഉള്ളിൽ സീൽഡായിട്ടിരുന്നു. ഈ മെക്കാനിക്കൽ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഇഞ്ചക്ടർ സീൽഡായിട്ടിരുന്ന ഈ എർട്ടിക ഡീസൽ എഞ്ചിൻ്റെ അയക്കാൻ കുറച്ച് പാടുപെടും. അപ്പോൾ അങ്ങനെ പാടുപെട്ടു. ഞങ്ങൾ ലാസ്റ്റ് എങ്ങനെയാണ്ടൊക്കെ കുറേ ടൂളൊക്കെ ഉണ്ടാക്കി ഇഞ്ചക്ടർ അയച്ചെടുത്തു. അത് കഴിഞ്ഞാൽ സെറ്റൊക്കെ ചെയ്ത് പമ്പൊക്കെ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ്. ഇപ്പോൾ വണ്ടി അധികം വൈകാണ്ട് ഇറങ്ങും. സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 4 ഇഞ്ചക്ടർ നമ്മൾ റീപ്ലേസ് ചെയ്തു. അതേപോലെ പമ്പ് സർവീസ് ചെയ്തു, കോമൺ ഡ്രെയിൻ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാണ്ട് വണ്ടി ഇറക്കണം. വണ്ടി മിക്കവരും ഇവിടെ വരുന്നവരും ചോദിക്കുന്നുണ്ട്, വീഡിയോയിൽ കണ്ടവരും ചോദിക്കുന്നുണ്ട് വണ്ടിക്ക് എന്ത് പറ്റിയെന്നുള്ളത്. വണ്ടി ഇഞ്ചക്ടറും പമ്പും കംപ്ലൈൻ്റ് ആയ കാരണമോ പക്ഷേ ഇഞ്ചക്ടർ അയച്ചെടുക്കാനായിട്ട് കുറച്ച് പാടുപെട്ട കാരണമാണ് സമയം എടുക്കുന്നത്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. കാരണം അല്ലാത്ത വണ്ടികൾ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള കാരണം ഇതുമേക്ക് ശ്രദ്ധ കുറച്ച് കുറഞ്ഞു എന്നുള്ളതും ഉള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഗ്യാരേജിൽ ഇപ്പോൾ ഇത് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി, അതായത് AP രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷിങ് ചെയ്തിട്ടില്ല. വാഷിങ് എനിക്ക് തോന്നുന്നു ഈ വണ്ടി വാങ്ങി പിന്നെ ആകെ ഒരു 2 വാഷിങ് മാക്സിമം ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് പറയാൻ കാരണം ഇവിടെ മണ്ണ് എടുത്തു വെച്ചല്ല കേട്ടോ. നോക്കി, ഈ ഒരു അളവിലേക്കാണ് വണ്ടിയുടെ അകത്തുള്ള മണ്ണെന്ന് പറഞ്ഞാൽ ഈ കോർണറുകളിലുള്ള മണ്ണിൻ്റെ അവസ്ഥയാണ് ഇത് ഇത്ര ഉള്ളൂ. അപ്പോൾ ഈ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകങ്ങളിലൊക്കെ റണ്ണിങ് ബോർഡും കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നത് ഉള്ളിൽ പൊള്ളയൊക്കെ ആയിട്ടാണ്. അതായത് ആദ്യം ഒരു ഫ്രെയിം പോവും, അതിനെ കവർ ചെയ്തിട്ട് വേറെ ഫ്രെയിം പോവും, അങ്ങനെ 3-4 ഫ്രെയിമുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം പൊള്ളയായിട്ടിരിക്കാന്ന് പറഞ്ഞാൽ അകത്തൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പോകാനുള്ള ഹോളുകളുണ്ടാവും. അപ്പോൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഈ മണ്ണടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ 1 മാസത്തിലൊരിക്കലെങ്കിലും അണ്ടർ ബോഡി വാഷിങ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മണ്ണടിച്ച് കയറിയ കാരണം ഇപ്പോൾ ഇപ്പുറത്തേക്ക് വന്നറ ഈ വാഹനത്തിൻ്റെ 4 ഡോറും, ഒരു ഡോറല്ല 4 ഡോറും അടിവശം കാര്യങ്ങളെല്ലാം തുരുമ്പായിരുന്നു. അതേപോലെ റണ്ണിങ് ബോർഡ് തുരുമ്പുണ്ടായിരുന്നു. ഈ ഡോറുകളൊക്കെ ഇങ്ങനെ അകത്ത് മണ്ണിരുന്നു. ഫ്ലോറിലേക്ക് പോകുമ്പോൾ നോക്കിയേ, ഫ്ലോറിൻ്റെ അവസ്ഥയൊക്കെ ഇപ്പോൾ ഇതൊരു 2010 മോഡൽ വണ്ടിയാണ് കേട്ടോ. 2010 മോഡൽ വണ്ടിയിലൊന്നും അങ്ങനെ തുരുമ്പിൻ്റെ ഇഷ്യൂസൊന്നും വരാൻ മാക്സിമം ചാൻസസ് ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ സൈഡ് വശങ്ങളെല്ലാം തുരുമ്പ് പിടിച്ചു. കാരണം നിറച്ചും മണ്ണായിരുന്നു. ഞങ്ങളിപ്പോൾ എയർ അടിച്ച് ക്ലീൻ ചെയ്തതാണ്. നിറച്ചും മണ്ണും പിന്നെ എലി കയറിയിട്ടുണ്ടായിരുന്നു, പേപ്പർ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഫുള്ളായിട്ട് ഈർപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് പ്രോപ്പർ വാഷിംഗ് അല്ലാണ്ട് വരുന്നതാണ്. നമ്മളിപ്പോൾ വാഷിംഗ് സെൻറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ വാക്വം ക്ലീനർ ഉണ്ടാവില്ല, എയർ അടിച്ച് ക്ലീൻ ചെയ്യുക. പക്ഷേ വാക്വം ക്ലീനർ ഉള്ള വാഷിംഗ് സെൻറ്ററിൽ പോയാൽ നിങ്ങൾക്ക് അത് ബെറ്ററാണ്. കാരണം ഇങ്ങനെയുള്ള സ്പോഞ്ചുമായുള്ള ഇതിൽ മണ്ണ് കെട്ടി നിന്നുണ്ടെങ്കിൽ അത് വാക്വം ക്ലീനർ കൊണ്ട് തന്നെ കളയാൻ പറ്റുള്ളൂ. കണ്ടോ, അല്ലാത്ത പക്ഷം ഇതേപോലെ ഇരിക്കും. കണ്ടോ, ഈ രീതിയിൽ നിറച്ചും മണ്ണാണ് കയറിയിരിക്കുക. അപ്പോൾ മണ്ണ് പല ടൈപ്പ് ഉണ്ട്. ഉപ്പുരസമുള്ളതുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലാണിത് ഇതേപോലെയുള്ള റെസ്റ്റൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് 4 ഡോറ് പാച്ച് ചെയ്തു. അതേപോലെ തന്നെ ഈ ഡീപ്പായിട്ടുള്ള ഡെൻറ്റുകളായിരുന്നു, അതെല്ലാം ഡെൻറ്റിങ് ക്ലിയർ ചെയ്തു. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിൽ മണ്ണ് കയറിയിട്ട് 2 ഓട്ടകളുണ്ടായിരുന്നു. ആ ഓട്ടകളെല്ലാം അടച്ചുകൊണ്ടിരിക്കുന്നു. വെൽഡിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് 4 ഡോറ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വർക്ക് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാഹനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും വാഷിംഗ് സെൻറ്ററിൽ കൊടുത്ത് വാഷ് ചെയ്യിക്കുക. ഞാൻ ഡെയിലി എൻ്റെ വീട്ടിൽ വാഷ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. വണ്ടി ലിഫ്റ്റ് ചെയ്തതിന് ശേഷം അടിയിലുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഹോളെല്ലാം ഓപ്പൺ ചെയ്യണം. എന്നാലാണ് ഇതിൻ്റെ ഉള്ളിൽ തുരുമ്പ് വരാനുള്ള ടെൻഡൻസി കുറയുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടപ്പോൾ കാണിച്ചു തന്നു. ഈ ഒരു വണ്ടി AP രജിസ്ട്രേഷൻ, ആന്ധ്രയിൽ നിന്ന് നമ്മളുടെ ഗ്യാരേജിലേക്ക് വന്ന ഒരു വണ്ടിയാണ്. AP രജിസ്ട്രേഷനാണ്. ഏകദേശം ആ ഒരു വണ്ടീനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു വണ്ടിയും സെയിം കാറ്റഗറി ആയിരുന്നു. ഈ ഒരു വണ്ടി ബേസ് വേരിയൻ്റാണ്. അതായത് ടോപ്പ് ഏസിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബേസ് വേരിയൻ്റാണ്. ടോപ്പ് ഏസിയൊക്കെ കയറ്റിയതാണ്. വണ്ടി വരുന്ന സമയത്തൊരു സിൽവർ കളർ വണ്ടിയായിരുന്നു.
വണ്ടിയുടെ സൈഡ് ഞാൻ പിക്ചർ കാണിച്ചാൽ വരുന്ന സമയത്തുള്ള പിക്ചറില്ല, സെറ്റ് ചെയ്ത പിക്ചറുണ്ട്. ആ സിൽവർ കളർ വണ്ടി ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പുട്ടി വർക്ക് കാര്യങ്ങൾ ഒരുപാട് ഡെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ തുരുമ്പിൻ്റെ ഇഷ്യൂസ് ഉണ്ടായി, മേജറായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡീപ്പ് ഡെൻറ്റുകളായിരുന്നു. AP രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ ഡെൻ്റാണ് ഈ മുകളിലുള്ള റൂഫ് താഴേക്ക് ഇരുന്ന് പോകാന്നുള്ളത്. ഇതിൻ്റെ റൂഫും താഴേക്ക് ആൾക്കാരൊക്കെ കയറി നിന്നിട്ടും കണ്ടും ഇരുന്ന് പോയ അവസ്ഥയിലായിരുന്നു. അതെല്ലാം നമ്മൾ ടെമ്പർ ചെയ്ത് ഇപ്പോഴേ സിൽക്കോൺ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ വണ്ടിനെ വെച്ച് അത്ര റെസ്റ്റൊന്നുമില്ല, പക്ഷേ മേജറായിട്ടുള്ള ഒരുപാട് ഡീപ്പ് ഡെൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ബോഡി ഫില്ലർ യൂസ് ചെയ്ത് ഷേപ്പ് ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ പ്രൈമർ 2K പ്രൈമർ അടിച്ചിരിക്കുന്നത്. ആ 2K പ്രൈമർ ഡ്രൈ സാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡ്രൈ സാൻഡിങ് ചെയ്യുന്ന പണിയിലാണ് നമ്മുടെ വർക്കർ. ഈ ഡ്രൈ സാൻഡിങ് ചെയ്യും, അതിന് ശേഷം ഇതിൻ്റെ അണ്ടർ കോട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യും. പ്രോപ്പറായിട്ട് ഷേപ്പ് എടുത്തിട്ടുണ്ട്. മാക്സിമം രീതിയിൽ പ്രോപ്പറായിട്ട് തന്നെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഈ വണ്ടി എടുത്ത് ഇനി പഠിക്കാൻ പോണത് ആന്ധ്രയിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി കളർ ചേഞ്ച് ചെയ്യണത് ലീഗലല്ല. അഥവാ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്നോട് കസ്റ്റമർ പറഞ്ഞത് ഒരുപാട് എന്നിട്ടാ അതിൻ്റെ ഓഫീസേഴ്സിന് പൈസ ഒക്കെ കൊടുക്കേണ്ട വരുന്നതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ അത് കാരണം ഈ വണ്ടി കളർ ചേഞ്ച് ചെയ്യുന്നില്ല, സെയിം കളറാണ് അടിക്കണത്. ഒരു ഗ്രീൻ ഷെയ്ഡ് പറഞ്ഞ ഒരു സിൽവർ കളറാണ്. അപ്പോൾ ഇത് ഫുൾ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത കാറ്റഗറി വണ്ടിയാണ് ഇത്. ഒരു മേജർ കാറ്റഗറി എന്ന് പറയാം. അതായത് എല്ലാ ഭാഗങ്ങളിലും റെസ്റ്റ് ഉണ്ടായിരുന്നൊരു വണ്ടിയായിരുന്നു. വണ്ടിയുടെ ഡെൻറ്റിങ്ങും സെറ്റിങ്ങും അതേപോലെ റണ്ണിംഗ് ബോർഡ് റീപ്ലേസിങ്ങും കാര്യങ്ങളെല്ലാം മാക്സിമം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഡെൻറ്റിംഗ് പുള്ളർ യൂസ് ചെയ്തിട്ട് ഈ പാച്ച് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ലെവൽ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫെൻഡർ പഴയ തന്നെ യൂസ് ചെയ്യണം. ഇവിടെ കട്ടായിട്ടുണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടിയും, അതായത് പാച്ച് വർക്ക് കഴിഞ്ഞിട്ടും പിന്നെ ഫിനിഷ് ചെയ്യണ കുറച്ചുകൂടി വർക്ക് ഇതിന് ഡെൻഡർമാരുടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണിക്ക് വെയിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു ടാക്സി വണ്ടിയാണ്. നോർമൽ ഡെൻറ്റ് ടാക്സി വാഹനങ്ങൾക്ക് വരുന്ന ഇതൊരു ഇതാണ് നോർമൽ ഡെൻസുകൾ. അതായത് ഈ പാക്കേജൊക്കെ ഓടുന്നവർക്കായിരിക്കും കൂടുതലും ബൈക്കൊക്കെ കുത്തിയിട്ടുള്ള ഡെൻറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നോർമൽ ഡെൻറ്റ്. എന്നാൽ വണ്ടി തുരുമ്പൊന്നുമില്ല, നീറ്റ് തന്നെയാണ്. സ്പോട്ടുകളിൽ ഡെൻറ്റ് അങ്ങനെ വരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വർക്ക് തുടങ്ങി, പുട്ടി വർക്ക് തുടങ്ങിയിട്ടുള്ളൂ. അധികമായി കണ്ട് പ്രൈമറാവും. ഇതൊക്കെ ഡെൻറ്റിംഗ് പുള്ളർ യൂസ് ചെയ്ത് തന്നെ സ്പോട്ടുകൾ വലിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പെയിൻറ്റ് ഫെയ്ഡായിട്ടുള്ളൊരു വണ്ടി. അപ്പോൾ പെയിൻറ്റ് ഫെയ്ഡായിട്ടുള്ള വണ്ടിയായിരുന്നു. വേറെ തുരുമ്പോ ഇഷ്യൂസ് ഒന്നുമില്ല. ഡെൻറ്റ് നോർമലുണ്ട്. ആ ഡെൻറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഫൈനലായിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൈ ബ്ലൂ കളർ വണ്ടിയായിരുന്നു കേട്ടോ. ടൈപ്പ് 2 വരുന്ന ഒരു നല്ലൊരു കളറാണ് സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞ കളർ. അപ്പോൾ ആ ഒരു ടൈപ്പ് 2 വണ്ടിയായിരുന്നു. 2009 മോഡൽ വണ്ടിയായിരുന്നു. 2009 മോഡൽ വണ്ടി സ്കൈ ബ്ലൂ നമ്മൾ അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്റ്റയുടെ കളറാണ് അടിച്ചിരിക്കുന്നത്. ഈ ഒരു കളറാണ് നമ്മളിതിൽ അടിച്ചിരിക്കുന്നത്. അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റയ്ക്ക് വരുന്ന നല്ലൊരു കളറാണ്. വണ്ടിയുടെ റബ്ബിങ് പോളിഷിങ് കാര്യങ്ങൾ റബ്ബിങ് കഴിഞ്ഞിട്ടുണ്ട്. വാക്സ് ആപ്ലിക്കേഷൻ ബാലൻസ്. ഇപ്പോൾ ഇതിൻ്റെ സെറ്റിങ് നാളെ ഡെലിവറി ചെയ്യാനുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അതിന് കാലിബർ റെഡും അതേപോലെ തന്നെ അലോയിൽ പെയിൻറ്റിങ്ങും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, സെറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അടുത്ത ഇൻസ്റ്റാഗ്രാം റീലിൽ വരുന്നൊരു വണ്ടിയാണ്. 2009 മോഡൽ വണ്ടി ടൈപ്പ് 4 നോർമൽ കൺവേർഷനാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു ടൈപ്പ് മിററൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓയിൽ ഫിനിഷിങ്ങിൽ വരുന്ന മിററാണ്. ഇതിൻ്റെ പല ക്വാളിറ്റിയും കിട്ടാനുണ്ട്. പക്ഷേ നല്ലൊരു ക്വാളിറ്റിയുടെ എമൗണ്ട് ഏകദേശം ഒരു 12 രൂപയോളം വരും 2 എണ്ണം. അപ്പോൾ ആ ഒരു മിറർ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാൻഡേർഡായിട്ട് ഫേസ് ലിസ്റ്റും ചെയ്തിട്ടുണ്ട്. എന്തായാലും യൂട്യൂബിൽ ഇതിൻ്റെ റീൽസ് വരുന്നതാണ്. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഓരോരോ വണ്ടികളുടെ വർക്ക് ഇപ്പോൾ അലോയിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗാരേജിലെ വിശേഷങ്ങളും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ നടക്കുന്ന പണിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മുരിയാട് ഗാരേജാണ്. അപ്പോൾ അവിടെ നടക്കുന്ന പണിയൊക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അതേപോലെ തന്നെ ഇതേപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കരൂപ്പടനം ഗാരേജ് ഉണ്ട്, മുരിയാട് ഗാരേജ് ഉണ്ട്, മാളയിൽ ഗാരേജ് ഉണ്ട്. ഫേസ് ലിഫ്റ്റിങ്, പെയിൻറ്റിങ്, സീറ്റ് വർക്ക് അങ്ങനെയുള്ള വർക്കുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ കാർജേജ് ഓട്ടോമോട്ടീവ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്, കാർജേജ് ഓട്ടോമോട്ടീവ്. അപ്പോൾ അത് ഫോളോ ചെയ്യാതെ തന്നെ അത് ഫോളോ ചെയ്യാൻ പറ്റണമെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. എല്ലാവർക്കും